70കളുടെ തുടക്കത്തിൽ മലയാള സിനിമയിലെ ഒരു കൊള്ളിമീൻ പോലെ പ്രത്യക്ഷപ്പെടുകയും അതുപോലെ തന്നെ അപ്രത്യക്ഷയാകുകയും ചെയ്ത നിർഭാഗ്യവതിയായ ഒരു സിനിമാ നടിയായിരുന്നു വിജയശ്രീ. വിജയശ്രീയെ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഓർമ്മയുണ്ട്. അവർ ഒരു സെക്സ് ബോംബായിട്ടാണ് അവതരിച്ചത്. മലയാള സിനിമയിലെ ആദ്യത്തെ സെക്സ് ബോംബ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിജയശ്രീയെ വിശേഷിപ്പിക്കാം. ഒരു സമയത്ത് പ്രേം നസീറിൻ്റെ നായികയായിട്ട് പല സിനിമകളിലും പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് എന്തോ കാരണത്താൽ നസീറുമായിട്ട് തെറ്റി എന്നാണ് കേൾക്കുന്നത്. അധികം വൈകാതെ അവർ വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ടു. അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടതായ കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചില കേസുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. എന്നെങ്കിലും അതൊന്നും സ്വന്തം ജീവൻ കൊടുക്കുന്നതിന് പര്യാപ്തമായ കാരണങ്ങളായിരുന്നില്ല. ആ മരണത്തെക്കുറിച്ച് പല ദുരൂഹതകളും പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും വിജയശ്രീ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് ഒരു സത്യമാണ്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആ ദാരുണ സംഭവം ഉണ്ടായത്. ഇപ്പോഴും ഓർക്കുന്നു. അത് സ്കൂൾ വിദ്യാർത്ഥികളായ ഞങ്ങളൊക്കെ എന്തുമാത്രം ദുഃഖത്തിലും നിരാശയിലും ആഴ്ത്തി എന്നുള്ള കാര്യം. ഇപ്പോൾ വിജയശ്രീ ഓർക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ, വിജയശ്രീ മരിച്ച് ഇത്രയും കാലത്തിന് ശേഷം അവരുടെ പഴയ സിനിമകളിലെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും യൂട്യൂബിലൊക്കെ ലഭ്യമായിട്ടുണ്ട്. ഇപ്പോഴും അത് ധാരാളം ആളുകൾ കാണുന്നുണ്ട്. അവരുടെ പൊന്നാപുരം കോട്ടയിലെ അല്ലെങ്കിൽ അങ്കത്തട്ടിലെ അതല്ലെങ്കിൽ കാട് എന്ന സിനിമയിലൊക്കെ ദൃശ്യങ്ങൾ, ഗാനരംഗങ്ങളൊക്കെ സുലഭമായിട്ട് കാണാനുണ്ട്. പിന്നെ ചില ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിലും ഒക്കെ ഉണ്ട്, മറവിൽ തിരിവ് സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴും ധാരാളം ആളുകൾ കാണുന്നുണ്ട്. പക്ഷേ വിജയശ്രീയുടെ ഒരു ഭാഗ്യമെന്ന് പറഞ്ഞാൽ അവർ 1974 മരിച്ചുപോയി എന്നുള്ളതാണ്. അതുകൊണ്ട് അവർക്കെതിരായിട്ട് ഇപ്പോൾ കേസ് നിലനിൽക്കില്ല. നമ്മുടെ കൊച്ചിയിൽ മാർട്ടിൻ മേനാച്ചേരി എന്നു പേരുള്ള ഒരു സന്മാർഗവാദിയുണ്ട്. എല്ലാ ആളുകളും സന്മാർഗചാരികളായിട്ട് പോകണം. കാലത്തെ എഴുന്നേറ്റ് വെളുക്കുമ്പോൾ കുളിക്കണം, വെളുത്ത മുണ്ട് കൊടുക്കണം, സദാചാര നിരതരായി സന്മാർഗ നിരതരായി ജീവിക്കണം എന്ന ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ മാർട്ടിൻ മേനാച്ചേരി. എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല. അതിന് വായിച്ചു കേട്ടത്തോളം അല്ലെങ്കിൽ പറഞ്ഞു കേട്ടത്തോളം അദ്ദേഹം കടുത്ത സന്മാർഗ നിഷ്ഠയുള്ള ആളാണ്. ആരും വഴിതെറ്റി പോകാൻ പാടില്ല, ആരും 6ാം പ്രമാണം ലംഘിക്കാൻ പാടില്ല എന്ന് നിർബന്ധമുള്ള ആളാണ് ഈ മേനാച്ചേരി. അദ്ദേഹം അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ യൂട്യൂബ് നോക്കിയപ്പോഴാണ് കാണുന്നത് മലയാളത്തിലെ ഒരു നടി അഭിനയിച്ച കുറേയേറെ രംഗങ്ങൾ ഈ യൂട്യൂബിൽ കാണുന്നു. അതിൽ രതി നിർവഹണത്തിലെ ദൃശ്യങ്ങളുണ്ട്, പാലേരി മാണിക്യത്തിലെ ദൃശ്യങ്ങളുണ്ട്, മറ്റ് ചില സിനിമകളിലെ ദൃശ്യങ്ങളുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അതിഭയങ്കരമായ ധാർമ്മിക രോഷമുണ്ടായി. പുള്ളി ഉടനെ തന്നെ കാൽപ്പായ കടലാസ് എടുത്ത് പോലീസിലൊരു കംപ്ലയിൻറ്റ് കൊടുത്തു. പക്ഷേ പോലീസുകാർ വളരെ അരസികന്മാരാണല്ലോ. അവർ നോക്കിയപ്പോൾ ആരെങ്കിലുമൊക്കെ ഇത് കണ്ട് സന്തോഷിക്കണമെങ്കിൽ സന്തോഷിച്ചോട്ടെ എന്ന് കരുതി നടപടിയൊന്നും എടുത്തില്ല. പക്ഷേ മേനാച്ചേരി അങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളല്ല. അദ്ദേഹം എറണാകുളത്ത് CJM കോടതിയിൽ ഒരു പരാതി എഴുതി കൊടുത്തു. പോലീസുകാർ നടപടി എടുക്കുന്നില്ല. ഈ കശ്മലന്മാരായ പോലീസുകാരോട് ഈ രംഗത്തിൽ അഭിനയിച്ച നടിക്കെതിരായിട്ട് നടപടി എടുക്കണം. അപ്പോൾ ഇതിൽ ചെറിയൊരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ ഈ സിനിമകളൊക്കെ തന്നെ സെൻസറിങ് കഴിഞ്ഞതാണ്, സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ്. അത് സിനിമാ തിയേറ്ററിൽ വന്ന് ആളുകൾ കണ്ട് നിർവൃതി അറിഞ്ഞ് വീട്ടിൽ പോയതുമാണ്. പിന്നെ അവിടവും കഴിഞ്ഞ് അവരവും കഴിഞ്ഞാണ് ഇത് യൂട്യൂബിൽ വന്നത്. അപ്പോൾ യൂട്യൂബ് ദൃശ്യങ്ങൾ കണ്ടപ്പോൾ മേനാച്ചേരിക്ക് സഹിച്ചില്ല. തിയേറ്ററിൽ വന്നാലും പുള്ളി അറിഞ്ഞില്ല. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സെൻസർ ബോർഡ് സെൻസർ ചെയ്ത് അതിന് A സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ U സർട്ടിഫിക്കറ്റ് കൊടുത്താലും മൂപ്പർക്ക് അറിയില്ല. ഇപ്പോൾ രതിർവാദത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇതേ കാര്യങ്ങളൊക്കെ ഇതിനേക്കാളും കുറച്ചുകൂടി കേമപ്പെട്ട രീതിയിൽ പണ്ട് ജയഭാരതി അഭിനയിച്ചാണ്. മേനാച്ചേരിക്ക് അതും അറിയില്ല. മാത്രമല്ല സിനിമയുടെ പ്രധാന ഉത്തരവാദി സംവിധായകനും അതിന് പണം മുടക്കിയ നിർമ്മാതാവുമാണ്. ഇത് ദൃശ്യത്തിലാക്കുന്ന ജോലി ചെയ്ത ഛായാഗ്രാഹകനാണ്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് വേറെ ആരെങ്കിലുമാണ്. ഇവർക്ക് ആർക്കും എതിരെ ഒരു പരാതിയും മേനാച്ചേരിക്ക് ഉണ്ടായിരുന്നില്ല. പുള്ളി നോക്കിയപ്പോൾ ഈ നടിയാണ് കുറ്റക്കാരി. അവരിങ്ങനെ അഭിനയിച്ചുകൊണ്ടാണല്ലോ സിനിമയിൽ ഈ ദൃശ്യം ഉൾപ്പെടുത്തിയത്. സിനിമയിൽ ഇത് ഉൾപ്പെടുത്തിക്കൊണ്ടാണല്ലോ യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അവളെ ക്രൂശിക്കാം എന്ന് പറഞ്ഞ് ഈ നടിക്കെതിരെ കേസെടുക്കണം എന്ന് മാത്രമേ മേനാച്ചേരി ആവശ്യപ്പെട്ടു. നേരെ തിരക്കഥാകൃത്തിനും സംവിധായകനും ഛായാഗ്രാഹകനും എഡിറ്റർക്കും എല്ലാത്തിലുപരി ഈ ദൃശ്യങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിനെതിരെയാണ് കേസ് കൊടുക്കേണ്ടിയിരുന്നത്. നടി എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലൊരു ഉപകരണം മാത്രമാണ്. പക്ഷേ മേനാച്ചേരിയുടെ ബുദ്ധിയിൽ അത് തോന്നിയില്ല. അതെന്തോ ആട്ടെ, ഇത് കിട്ടിയ ഉടനെ തന്നെ എറണാകുളത്തെ CJM പുള്ളി ഒരു തമാശക്കാരനാണ്. മൂപ്പിലാനിത് കിട്ടിയപ്പോൾ വളരെ രസമായിട്ട് തോന്നി. സാധാരണ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ കണ്ണും പൂട്ടിയിട്ട് അത് പോലീസിലേക്ക് വിടലുണ്ട്. പഴയ നിയമം അനുസരിച്ച് തന്നെ ഇത് വായിച്ചു നോക്കി നോട്ടീസ് അയച്ചിട്ടൊക്കെ വേണമെന്നാണ് സങ്കല്പം. ഏതായാലും ഇത് കിട്ടിയ വഴി തന്നെ ഈ
CJM ഒരു ഹരം തോന്നി, ഇത് കൊള്ളാമല്ലോ, ആരവിടെ ഉടനെ തന്നെ ആ നടിയെ പിടിച്ച് കെട്ടിക്കൊടുന്ന് ഹാജരാക്കട്ടെ എന്ന രീതിയിൽ പുള്ളി സമൻസ് ഓർഡറാക്കി. ഇത് പത്രത്തിലൊക്കെ വന്നു. മാത്രമല്ല, ഈ നടി ശ്വേതാ മേനോൻ അവർ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനായിട്ട് നോമിനേഷൻ കൊടുത്തിരിക്കുമ്പോഴാണ് ദാണ്ടെ ഇങ്ങനൊരു ഇടിപെട്ട് വരുന്നത്. അതോടെ ഈ മൊത്തം നടികളും നടന്മാരും എന്താണ് എതിർ സ്ഥാനാർത്ഥി വരെ ശ്വേതാ മേനോന് അനുകൂലമായി. സിനിമയിൽ അഭിനയിച്ചതിന് ഒരു നടിയുടെ പേരിൽ കേസെടുക്കുക, ഇതെവിടെയെങ്കിലും കേട്ടിരുന്നു? അങ്ങനെ കേസെടുക്കാൻ പാടില്ല എന്ന നിലപാട് വളരെ ശക്തമായി. ആ സമയത്ത് തന്നെ ശ്വേതാ മേനോൻ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷനായിട്ട് പോയി. ആ പെറ്റീഷൻ വായിച്ചു നോക്കിയപ്പോൾ ഹൈക്കോടതി ജഡ്ജിക്ക് മനസ്സിലായി ഇത് നിയമപരമായിട്ട് നിലനിൽക്കില്ല. മാത്രമല്ല, ഈ നടിയുടെ ഭാഗം കേൾക്കാതെയാണ് അവർക്ക് നോട്ടീസ് ഓർഡറാക്കിയത്. അപ്പോൾ അതുകൊണ്ട് മൊത്തം പ്രൊസീഡിങ്സ് സ്റ്റേ ചെയ്തു. ഒന്നും മാത്രമല്ല, കീഴ്ക്കോടതിയിലെ രേഖകൾ വിളിച്ചു വരുത്താനും കോടതി തീരുമാനിച്ചു. അങ്ങനെ CJM ഇപ്പോൾ സാമാന്യം കുഴപ്പത്തിലായിരിക്കുകയാണ്. അതെന്തോട്ടെ, അത് കോടതിയും CJM തമ്മിലുള്ള പ്രശ്നമാണ്. ഇവിടെ ഒരു നടിക്കെതിരായിട്ട് ഇങ്ങനെ കേസെടുത്തത് ശരിയോ തെറ്റോ എന്നുള്ള ധാർമ്മിക പ്രശ്നം അവിടെ നിൽക്കുമ്പോൾ, ഇങ്ങനെ ഇനി നാളെ വേണമെങ്കിൽ നമ്മുടെ ഷക്കീലക്കെതിരായിട്ട് ആർക്കെങ്കിലും പരാതി കൊടുക്കാമല്ലോ. ഷക്കീല യുവാക്കളെ വഴിതെറ്റിക്കും, അല്ലെങ്കിൽ രേഷ്മയ്ക്കെതിരായിട്ട്, അല്ലെങ്കിൽ മറിയക്കെതിരായിട്ട്. അതിൽ ജയഭാരതി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാക്ഷാൽ ജയഭാരതി അല്ല, വേറൊരു ജയഭാരതി ഉണ്ട്, അവർക്കെതിരായിട്ട് നടപടി എടുക്കാം, പരാതി കൊടുക്കാം. ഇങ്ങനെ ചെയ്ത ഈ പാവങ്ങൾ എങ്ങനെ ജീവിക്കും? അവരുടെ ഉപജീവനമാർഗം മുട്ടിപ്പോയില്ലേ? ഇപ്പോൾ ശ്വേതാ മേനോന് വലിയ ബന്ധുബലമുണ്ട്, പണമുണ്ട്, സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമുണ്ട്, അവർ മുഖ്യധാര സിനിമയുടെ ഭാഗമാണ്. അതുകൊണ്ട് അവർക്ക് എറണാകുളത്തെ കൊടി കെട്ടിയ വക്കീലിനെ വെച്ച് കേസ് കൊടുപ്പിക്കാനും സ്റ്റേ മേടിക്കാനും പറ്റും. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ രേഷ്മയുടെയും മറിയുടെയും ഷക്കീലയുടെയൊക്കെ പേടിപ്പെടുത്തുന്ന അവസ്ഥയിലാണ് അവർ കഴിയുന്നത്. നാളെ മറ്റന്നാളെ അവർക്കെതിരായിട്ട് കേസ് വരാം, വേറെ ഏതെങ്കിലും ഒരു സന്മാർഗവാദി വരാം, അല്ലെങ്കിൽ മാർട്ടിൻ മേനാച്ചേരി തന്നെ ഒന്നുകൂടി പൊലിപ്പിക്കാൻ വേണ്ടി വേറൊരു പരാതി കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് സത്യത്തിൽ ഇപ്പോൾ സന്തോഷം തോന്നുന്നത് വിജയശ്രീ പാവ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർക്ക് കോടതിയിൽ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടില്ല. മാർട്ടിൻ മേനാച്ചേരി അതുപോലുള്ള ബാക്കി സന്മാർഗവാദികളോട് കൂടി ആ പാവ സ്ത്രീയെ മജിസ്ട്രേറ്റ് കോടതിയുടെ പരാതിയിൽ നിർത്തി ഒരു വല്ലാത്ത അവസ്ഥയിലാക്കിയത്. ഏതായാലും വിജയശ്രീയുടെ മരിച്ചതിന് ശേഷമാണെങ്കിലും കൈവന്ന ഈ ഭാഗ്യത്തിൽ അഭിനന്ദിക്കുന്നു. മജിസ്ട്രേറ്റ് കോടതിയുടെ വരാതെ കയറാതെ രക്ഷപ്പെട്ട അവരുടെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.